സർക്കാർ രൂപീകരണത്തിൽ UDF പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വിമത ഇടത് MLA-മാർ. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം UDF മുന്നേറ്റത്തിന് ഗുണം ചെയ്തുവെന്ന് നിയുക്ത MLA TK ഗോവിന്ദൻ പറയുന്നു. സംസ്ഥാനത്തുടനീളം CPIM വോട്ടുകൾ UDF-ന് ലഭിച്ചു. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് അർഹമായ പ്രാതിനിധ്യം നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും TK ഗോവിന്ദൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തിയായിട്ടാണ് UDF-നൊപ്പം നിൽക്കുന്നത്, ഇടതുപക്ഷമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഇടതുപക്ഷത്തിന്റെ മുഖമായി മന്ത്രിസഭയിൽ ഒരാൾ. ഞാൻ നേടിയ വിജയത്തിൽ UDF വളരെയേറെ അതിൽ സന്തുഷ്ടരാണ്. മാത്രമല്ല ആ നിലയിൽ തന്നെ വലിയൊരു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തന്നെ ഞങ്ങൾ ഈ വരവ് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് UDF. ആ നിലക്കുള്ള പരിഗണനയ്ക്ക് നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. VS രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. VS രഞ്ജിത്ത്, ചെറിയ ക്ഷീണമൊന്നുമല്ല CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ഉണ്ടായത്. അതിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ K കുഞ്ഞികൃഷ്ണനും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ വിജയം അങ്ങനെ തന്നെയാണ് കാണേണ്ടിയിരിക്കുന്നതും. എന്താണ് TK ഗോവിന്ദൻ പറയുന്നത്? ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും എന്നാണ് പ്രതീക്ഷ എന്നാണ് TK ഗോവിന്ദൻ പറയുന്നത്. ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് V കുഞ്ഞികൃഷ്ണൻ, അതുപോലെ TK ഗോവിന്ദൻ, G സുധാകരൻ തുടങ്ങി ഇടതുപക്ഷത്ത് നിന്ന് UDF-ലേക്ക് വരികയും വിസ്മയം തീർക്കുകയും UDF-ന്റെ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിക്കുകയും CPM വോട്ടുകൾ ചോർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്ത നേതാക്കന്മാരാണ്. ഇവരെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചില്ലെങ്കിലും ഇവരിൽ നിന്നൊരാളെയെങ്കിലും മന്ത്രിസഭയിൽ എടുക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുക. KK രമയൊക്കെ അതുപോലെ തന്നെ CPM-ൽ നേരത്തെ എത്തിയവരാണ്. അങ്ങനെ നേരത്തെ എത്തിയവരെ എല്ലാം കൂടി ചേർത്ത് ഒരാൾക്ക് പരിഗണന കൊടുക്കുമോ എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും TK ഗോവിന്ദൻ വലിയ പ്രതീക്ഷയിലാണ്. UDF അംഗീകരിക്കും, അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കും എന്നുള്ളതാണ്. അതിലിപ്പോൾ മന്ത്രിസഭയിലാണോ മറ്റെന്തെങ്കിലും സ്ഥാനങ്ങളാണോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. ഏതായാലും G സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ, അതുപോലെ TK ഗോവിന്ദൻ ഈ ഇടത് വിമത MLA-മാർ ആയിട്ട് നിൽക്കുന്നവരുടെ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാർ രൂപീകരണത്തിൽ UDF പരിഗണിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വിമത ഇടത് MLA-മാർ പങ്കുവയ്ക്കുന്നത്.